രീതിയിലാണെന്ന് പറഞ്ഞ് നമ്മൾ അപ്പീൽ ചെയ്ത് കഴിഞ്ഞാൽ ആ കോപ്പിറൈറ്റ് മാറും. പക്ഷെ ഇത് അവർ പറയുന്ന ടേംസ് ആൻഡ് കണ്ടീഷനകത്ത് യൂട്യൂബിനകത്ത് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു സബ്ജക്റ്റ് ഇടാവൂ എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പൊ അതുകൊണ്ടിട്ട് നമുക്കൊരു പണി വരും. അതിനകത്ത് സംഭവം നമ്മളിപ്പോ പുറത്തുനിന്ന് ഒരു ആപ്ലിക്കേഷൻ എടുത്ത് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പുറത്തിന്റെ ആപ്ലിക്കേഷന്റെ അവന്മാർ ഒരു ചെറിയ ലോഗോയോ കാര്യങ്ങളൊക്കെ കാണും. അല്ലെങ്കിൽ അത്രയും പേയ്മെന്റ് ചെയ്യണം. നമുക്ക് അതിനെ കുറിച്ച് ഒരു ഓപ്ഷൻ ഇല്ല. കാരണം പറഞ്ഞാൽ ഇത്രയും സബ്സ്ക്രൈബറും കാര്യങ്ങളും നമ്മൾ ചെയ്തിട്ട് യൂട്യൂബ് അതിന്റെ ഒരു ഫംഗ്ഷൻ തരാതിരിക്കുന്നത് ഒരു മഹാ തെണ്ടിത്തരമെന്ന് തന്നെ നമുക്ക് പറയാം. അതെ അതെ അതെ. ആകെപ്പാടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂട്യൂബ് തരുന്ന പറയാൻ കുറെ AI ഫംഗ്ഷനും ഉണ്ട്. ആ AI ഫംഗ്ഷൻ ഇട്ടാലും കോപ്പിറൈറ്റ് അടിക്കും. കിട്ടും. അതാണ് പ്രശ്നം. എന്തോ ചെയ്യാൻ. ശ്രുതിന്ന് വിളിച്ച് സ്നേഹം തരുന്നുണ്ട്. ടേക്ക് കെയർ TC എന്ന് പറയുന്നത്. ടേക്ക് കെയർ. ഓക്കെ, TCയുടെ ഫുൾ ഫോം അല്ലേ? ഓക്കെ, ടേക്ക് കെയർ എന്ന് പറയുന്നുണ്ട്. കാടൻ വരുന്നേ വേടൻ വരുന്നേ വീണ കോളേജിലെ പാട്ട് അറിയാമോ? കാടൻ വരുന്നേ വേടൻ വരുന്നേ കൂട്ടര്. അത് അറിയത്തില്ല, എനിക്കറിയത്തില്ല. ചേട്ടനറിയാം? ഇല്ല. ഓക്കെ, അടുത്തത് അത് ആ പാട്ടാണ് പറയുന്നത്. ശ്യാം ചേട്ടൻ ഇങ്ങനെ ലൈക്ക് എന്ന് പറയുന്നുണ്ട്. രമ്യ എന്ന് പറഞ്ഞ് സ്നേഹം കൊടുക്കുന്നുണ്ട് നമ്മുടെ ആമി. എന്നാ പിന്നെ ഞാൻ ഒരു പാട്ട് പാടട്ടെ ചേട്ടാ? പാടൂ, പിന്നെ തീർച്ചയായിട്ടും. ചേട്ടൻ എന്തായാലും വന്ന സ്ഥിതിക്ക് ഞാനിവിടെ ഒരു പാട്ട് പാടിയില്ലെങ്കിൽ എന്തോ ഒരു മോശമല്ലേ? ഞാൻ മ്യൂട്ട് ചെയ്യാം. പാടൂ. ഒരു പാട്ടിൻ കാറ്റിൻ മുകിലാമ്പൽ കൂട്ടിൻ കുറുമഞ്ഞിൻ കുളിരായി നീ പൊഴിയൂ. ഒരു കാറ്റിൻ പാട്ടിൻ ഒരു മുകിലാമ്പൽ പകൽ സ്വപ്നം കാണും പുതുരാവായി നിൽക്കെ നെഞ്ചു നീ മാത്രം നിലവേ. പകൽ സ്വപ്നം കാണും പുതുരാവായി നിൽക്കെ നെഞ്ചിൽ നീ മാത്രം നിലവേ. മേരി സനം ഓ മേരി സനം, ഒരു പാട്ടിൻ കാറ്റിൻ മുകിലാമ്പൽ കൂട്ടിൻ കുറുമഞ്ഞായി കുളിരായി നീ പൊഴിയൂ. ഓക്കെ, കുറച്ചേ അറിയത്തുള്ളൂ ചേട്ടാ. കൊള്ളാം. നൈസാണ് കേട്ടോ. ചേടക്ക് തെറ്റിപ്പോയി, എനിക്ക് വരി അങ്ങ് മറന്നുപോയി. എനിക്ക് അങ്ങനെ ചിലപ്പോഴങ്ങ് വഴി മറന്നു. വരി അങ്ങ് തെറ്റിപ്പോയി, നമ്മളതിന്റെ പുറകെ അങ്ങ് പോയാൽ മതി. വേറെ ഒന്നും ചെയ്യാനില്ല. അതിന് പുറകെ അങ്ങ് പോവാ. നമ്മളൊന്നും പിന്നെ ശ്രുതി നോക്കി ഇത് പാടാൻ പറ്റുന്ന പാട്ടുകാരൊന്നും അല്ലല്ലോ. നമുക്ക് പറ്റുന്ന പോലെ നമ്മൾ പാടുന്നു. മണിച്ചിത്രത്താഴിന്റെ പാട്ട് അറിയാമെന്നോ ചോദിക്കുന്നുണ്ട് നമ്മുടെ നന്ദു. അയ്യോ, എനിക്ക് പലവട്ടം അതറിയില്ലടാ. പലവട്ടം പൂക്കാലം അറിയാമോ? അത് പാട്, നല്ല രസം. ആ പാട്ടായിരിക്കും ചോദിച്ചത്, അറിയില്ലെന്ന് പറയുന്നു. പലവട്ടം നല്ല പാട്ടാണ്. പ്രിയമുള്ളോരാരോ വരുവാനുണ്ടെന്നാലും വെറുതെ ഊഹിച്ചിരുന്നു. നല്ല പാട്ടാണ്. നിലയ്ക്കുന്നു. എന്താ അടുത്ത വരി? എന്താ നിലയ്ക്കുന്നു? അല്ലല്ലോ, എനിക്ക് എന്റെ വരി ഓർമ്മയില്ല. അത് വരി അറിയത്തില്ല. പഴന്തമി എന്തോ പഴം അതോ ശ്രുതി സ്നേഹം തരുന്നുണ്ട് കേട്ടോ. ട്രോഫിയൊക്കെ തരുന്നുണ്ട് ശ്രുതി. എടാ അതെന്തോ പഴന്തമി പാട്ടിടയിൽ ശ്രുതിയിൽ പഴയൊരു തമ്പുരു വീട്ടും മണിച്ചിത്രത്താഴിൻ പഴയൊരു സരസസുന്ദരി മണി നീ അലസമായി. ആർക്കറിയാം? നന്നായി വരുന്നുണ്ടല്ലോ അത്. അതെനിക്ക് അറിയത്തില്ല. ഞാനിങ്ങനെ നമ്മളിങ്ങനെ ഓരോരോ ടൂണ് കേട്ട് ഇങ്ങനെ അങ്ങ് പാടുന്നു. ലിറിക്സ് നോക്കി പാടാൻ പറ്റൂട്ടോ, നന്നായി വരുന്നുണ്ട് അത്. വെത്തേരിച്ചിരിക്കുന്നത്. ഇത് ചേട്ടാ എന്താണെന്നറിയാമോ ജാനിക? ഇത് നമ്മളെ ഒരാക്കിട്ട് പണിഞ്ഞതാ ഈ പാട്ട്. അത് ആർക്കറിയാമോ? ശ്രുതി ഇടയ്ക്കിടയ്ക്ക് പോകുക, ശ്രുതിയായിട്ട് പാടുന്നതാ. നമുക്ക് വേറെ ഓക്കെ ഞാൻ